ഓക്കിറ്റലിന്റെ Oukitel Rt7 Titan 5G എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oukitel Rt7 Titan 5G എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ടാബിൽ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. 32,000 mAh ബാറ്ററി ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ടാബുകളുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ടാബിൽ 32,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. അതായത് ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടാബിൽ. ഇതിൽ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഇത്. ഇതിൽ IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടാബ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ് കൂടിയാണ് ഈ ഒരു ടാബ്. പിന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ടാബിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ടാബിൽ വരുന്നുണ്ട്. 20 മെഗാ പിക്സൽ ഒരു ഇൻഫ്രാറെഡ് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇന്റേണലും വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് 24 GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാബിൻ്റെ വില വരുന്നത് 82,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 720 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമല്ല ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നും വരുന്നില്ല. പ്രോസസ്സർ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ടാബ് ആണെന്നുണ്ടെങ്കിലും സിമ്മിൻ്റെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. 10.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ടാബിൽ അത് വരുന്നില്ല. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും ഈ ഒരു ടാബിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതും കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രോസസ്സറും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഡിസ്പ്ലേയും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ റഗഡ് ടാബ്ലറ്റ് ആണ്. പൊതുവേ റഗഡ് ഡിവൈസുകൾക്ക് വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടാറുണ്ട്. ഈ ഒരു ടാബിനും അത്യാവശ്യം നല്ലോണം വെയിറ്റും നല്ലോണം തിക്നെസ്സും വരുന്നുണ്ട്. തിക്നെസ് വരുന്നത് 19.8 mm ആണ്. ഇതൊക്കെയാണ് ഈ ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ വില വരുന്നത് $999.97 ആണ്. അതായത് 82,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അലി എക്സ്പ്രസ്സിൽ ഈ ടാബ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 85,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24 GB റാമും പിന്നെ തിരക്കുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും ഈ ടാബിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ടാബാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് 32,000 mAh ബാറ്ററി ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് നോക്കാവുന്നതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിലും ഈ ഒരു ടാബ് നോക്കാവുന്നതാണ്. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ടാബൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.